என் ഹൃദയപ്പൂത്താലം നിറയെ നിറയെ മലർവാരി വിതച്ചു വരുമോ രാജാവേ പൂക്കണി കാണാൻ എൻ മുന്നിൽ എൻ ഹൃദയപ്പൂത്താലം നിറയെ നിറയെ മലർവാരി നിറച്ചു വരുമോ രാജാവേ പൂക്കണി കാണാൻ എൻ മുന്നിൽ. ഹായ് ഗൈസ്, ഞാൻ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ടുഡേ ഐ ഹാഡ് എ ബാഡ് ന്യൂസ്. ലൈക്ക് ഞാനൊരു ജേർണിയിലാണ്, ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ജേർണിയിൽ. ആൻഡ് ഞാനൊരു നേഴ്സ്, ഒരു റിട്ടയർഡ് നേഴ്സാണ്. അവരുടെ കൂടെ അവരുടെ ട്രീറ്റ്മെൻറ്റ് ജേർണിയിൽ പോവാണ്. അപ്പം ഷീ ടോൾഡ് എ സ്റ്റോറി ടുഡേ, ലൈക്ക് ഹെർ പ്രീവിയസ് എക്സ്പീരിയൻസസ് ഷീ ഷെയർഡ് വിത്ത് മീ. ലൈക്ക് അവരുടെ ബ്രസ്റ്റിൽ ചെറിയൊരു തടിപ്പ് ഉണ്ടാകുകയും അവരൊരു ഡോക്ടറെ പോയി കാണുകയും ഡോക്ടർ ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ക്യാൻസർ ആണ്, ഇത് കണ്ടിട്ട് തോന്നുന്നു, നിങ്ങൾ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. സോ ഈ നേഴ്സസിന് ബാഡ് ന്യൂസസ് കേട്ട് കേട്ട് അവർക്കൊരു സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ട് അവർ താഴെ വീഴത്തില്ല. സോ ഇറ്റ് വാസ് എ ഹൗസ് വൈഫ്, ഇതൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ അവരപ്പം താഴെ വീഴും. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ, അത്യാഗ്രഹമാണോ എന്ന് എനിക്കറിയത്തില്ല. ഐ ജസ്റ്റ് വോണ്ട് ടു ഷെയർ വിത്ത് യു പീപ്പിൾ. ഈ പാലിയേറ്റീവ് കെയർ എല്ലാ ഡോക്ടേഴ്സും, വെദർ ഇറ്റ് ഈസ് എ സീനിയർ സർജൻ, കാർഡിയോളജിസ്റ്റ്, സ്പെഷ്യലിസ്റ്റ്, എവ്രി വൺ ഹാസ് ടു അതിലൂടെ പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. കാരണം ഒരു പേഷ്യൻറ്റിന്, ഒരു രോഗിക്ക് ക്യാൻസർ ആണെന്ന് നമ്മൾ അവരോട് പറയുന്നതിനൊരു രീതിയുണ്ട്. അതിന് ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് എന്ന് പറയും. അവരുടെ ഓരോ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അതിലേക്ക് വരുന്ന ഒരു രീതിയുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിപ്പിക്കുന്നത് പാലിയേറ്റീവ് കെയർ സെൻറ്ററിൽ പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, എനിക്കറിയാവുന്ന പെർഫെക്റ്റ് ട്യൂട്ടർ ഫോർ ദിസ് ഡോക്ടർ രാജഗോപാൽ സാറ് നന്നായി പഠിപ്പിച്ചു തരും എങ്ങനെയാണ്. അപ്പോൾ ഇറ്റ്സ് ഫ്രം എ ഡോക്ടർ, ഈ പീപ്പിൾ ക്യാൻ ലേൺ ഫ്രം എ ഡോക്ടർ, സീനിയർ പാലിയേറ്റീവ് കെയർ ഫിസിഷ്യൻ. അപ്പോൾ അനസ്തെറ്റിസ്റ്റ് വരുന്ന സാറ്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് കുറച്ചൊക്കെ പഠിച്ചത് അപ്പോൾ ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതറിയില്ലാത്ത ഒരുപാട് ഡോക്ടേഴ്സും നഴ്സസും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഉണ്ട്. അത് വലിയൊരു അപകടമാണ്. കാരണം നമ്മളൊരാളോട് പെട്ടെന്ന് അവർക്ക് ക്യാൻസർ ആണെന്ന് പറയും. ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ അതെങ്ങനെ എടുക്കും? അത് പറയുന്നതിനൊരു പ്രൊസീജിയറുണ്ട്. അതിപ്പോൾ നമ്മളെല്ലാവരും ലോകം മുഴുവൻ പഠിച്ചിരുന്നാൽ നമ്മൾക്കത് പറയുന്ന രീതി മനസ്സിലാവും. സോ ഐ തിങ്ക് ഈ പീപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ബ്രേക്കിംഗ് ബാഡ് ന്യൂസ്, അത് ഞാൻ പുറകിലൊരു വീഡിയോ ആയിട്ട് വരാം. പക്ഷേ ഇതിനൊരു പ്രൊസീജിയറുണ്ട്, ഒരു പേഷ്യൻറ്റിനോട് നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് പറയുന്നതിന്. ഓക്കെ, ബൈ.